ഒരൊറ്റ ടാസ്ക് കൊടുത്താലും ഭംഗിയായിട്ട് ചെയ്യാത്തൊരു ടീമാണ് ഈ ഒരു ബിഗ് ബോസ് സീസണിലുള്ളത്. എന്ത് ഈസി ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും അത് കുളമാക്കി കയ്യിൽ കൊടുക്കും. അതാണ് ഈ ഒരു സീസണിന്റെ ഭയങ്കര അലമ്പാക്കിയാണ്ട് അനീഷൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കിയാണ്ടുള്ള ഒരു ടാസ്ക് ഒന്നും അല്ല ഇത്. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നവർക്കും അതുപോലെ ഹോണേഴ്സിനൊക്കെ നല്ല ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു റോളേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അത്ര ഒരു റോളൊന്നുമില്ല. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാണ്ട് അടിപിടി കൂടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഈ നെവിനൊക്കെ എന്തിനാ ഇനി ബിഗ് ബോസിൽ നിർത്തുന്നത് എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് ടാസ്ക് ആണെങ്കിലും അത് കുളമാക്കി കൊടുക്കാൻ അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ആദിലൊക്കെ ഭയങ്കര പോറാണ്. നെവിനൊക്കെ എന്ത് കണ്ടാലും കഴിക്കുന്നുണ്ട്. ടൈം കയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ അനീഷ് ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നവർ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദില, ബിന്നി, ഷാനവാസ് അതുപോലെ നെവിനൊക്കെ ഇങ്ങനെ കട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. പല ബോട്ടിലുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ടവർ ജിഷിനും അനുമോളാണ്. അനുമോൾ പിണങ്ങിപ്പോയി. അവളുടെ ഉത്തരവാദിത്വം ശരിക്കും ചെയ്തില്ല എന്ന് തന്നെ പറയാം. അവൾക്ക് ദേഷ്യം വന്നിട്ടാവാം അവൾ ഇറങ്ങിപ്പോയി. അതല്ല അവൾ ചെയ്യേണ്ടായിരുന്നത്. അവൾ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കണമായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ അനീഷിനെ തന്നെയാണ്. അനീഷ് ക്ഷമയോടെ നിന്നിട്ടുണ്ട്. അവസാനം വരെ ക്ഷമയോടെ നിന്നു. അങ്ങനെ ദേഷ്യം പിടിക്കാത്ത ഒരാൾ തന്നെയാണ്. എന്നാലും പൊട്ടിത്തെറിച്ചു. അവിടെയുള്ളതെല്ലാം മറിച്ചിട്ടു. എന്ത് തന്നെ വന്നാലും വേണ്ടില്ല എന്നൊരവസ്ഥ വന്നത് കൊണ്ടാവാം അനീഷ് അങ്ങനെ ചെയ്തത്. നെവിൻ്റെ ടീമാണ് അനീഷിൻ്റെ ടീമിൻ്റെ ബോട്ടിലൊക്കെ കട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു കട്ട് കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കേണ്ടത് ജിഷിനും അനുമോളാണ്. അവരവരുടെ ഉത്തരവാദിത്തം ശരിക്കും ചെയ്തില്ല എന്ന് തന്നെ പറയാം. നെവിൻ്റെ ടീം മറ്റുള്ളവരുടെ ജ്യൂസൊക്കെ കട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ നെവിൻ്റെ ടീമാണ് വിജയിച്ചത്. അപ്പോൾ ഇതൊക്കെ താങ്ങാൻ വയ്യാത്തൊരവസ്ഥ വന്നത് കൊണ്ടാണ് അവസാനം അനീഷ് നന്നായി പൊട്ടിത്തെറിച്ചു. അനീഷ് അതോളം അവസാനം വരെ ക്ഷമിച്ചൊരു വ്യക്തി തന്നെയാണ്. അനുമോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് പറയാം. അനുമോൾ അവിടെ തന്നെ നിൽക്കണമായിരുന്നു. അനുമോൾ പിണങ്ങിപ്പോയി. എന്തായാലും അനുമോൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്തായാലും ടാസ്ക് കുളമായി എന്ന് തന്നെ പറയാം.